കോഴിക്കോട് താമരശ്ശേരിയിൽ വിമുക്ത ഭടൻ റോഡിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കാരാടി സ്വദേശി ഗോപാലനാണ് മരിച്ചത്. ഭർത്താവിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് പിതാവ് മരിച്ചതെന്ന ആരോപണവുമായി ഗോപാലന്റെ മകൾ ദിവ്യ രംഗത്തെത്തി. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. താമരശ്ശേരി കാരാടിയിൽ വിമുക്തഭടൻ റോഡിൽ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ മരുമകനെതിരെ ഗുരുതര ആരോപണമുയർത്തുകയാണ് കുടുംബം. ഭർത്താവ് വിനീഷിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണിയും മാനസിക പീഡനവുമാണ് പിതാവിന്റെ മരണത്തിനിടയാക്കിയതെന്ന് മകൾ ദിവ്യ. എന്റെ ഹസ്ബൻഡ് മദ്യപാനിയാണ്. മദ്യപിച്ചിങ്ങനെ കച്ചറ ഉണ്ടാക്കുക, ലഹരിക്ക് അടിമയാണ്. അച്ഛൻ അവിടെ വന്നപ്പോ അച്ഛനെ പിടിച്ച് പുറത്താക്കി. ഇവിടുന്ന് ഇറങ്ങിപ്പോണം, ഇതിന്റെ ഷോപ്പാണ്, നിങ്ങൾക്ക് ഇവിടെ അധികാരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് പുറത്താക്കി. അച്ഛനെ ഞാൻ വേഗം പറഞ്ഞു വിട്ടെങ്കിലും അച്ഛന് വൈക്കിലെത്തുമ്പോഴത്തേക്ക് കൊഴഞ്ഞു വീണെന്നാണ് പിന്നെ ഓരോരുത്തർ പറയുന്നതായിട്ട്. ലഹരിക്കടിമയായ വിനീഷ് നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കാറുള്ളതിനാൽ ദിവ്യയും മക്കളും വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവർക്ക് ഗോപാലൻ സഹായം നൽകുന്നതായിരുന്നു മരുമകന്റെ വൈരാഗ്യത്തിനുള്ള കാരണം. മരിക്കുന്നതിന് തൊട്ടുമുൻപ് താമരശ്ശേരിയിലുള്ള മകളുടെ സ്ഥാപനത്തിലെത്തിയ ഗോപാലനെ വിനീഷ് പരസ്യമായി വധഭീഷണി മുഴക്കിയിരുന്നു. സംഭവം സുഹൃത്തിനോട് പങ്കുവയ്ക്കുന്നതിനിടയിലാണ് ഗോപാലൻ റോഡിൽ തളർന്നു വീണത്. സംഭവത്തിൽ മകൾ ദിവ്യ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.